ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മഹാദേവന്റെ പാശുപതാസ്ത്രം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കഠിന തപസ്സിനു ശേഷം പ്രത്യക്ഷപ്പെട്ട ശിവൻ പാശുപതം നൽകുമ്പോൾ ശിവൻ അർജുനന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. ശിവൻ ചോദിച്ചു, എന്ത് വരമാണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ തരുവാൻ സന്നദ്ധനാണ്. അമരത്വം ഒഴികെ എന്തു വേണമെങ്കിലും ഞാൻ തരുന്നതാണ്. ഉടനെ അർജുനൻ കൈകൂപ്പി നിന്ന് മനസ്സുകൊണ്ട് ശിവനെ കുമ്പിട്ടു പറഞ്ഞു, ഞാൻ അസ്ത്രങ്ങൾ ആഗ്രഹിക്കുന്നു. ഭഗവാൻ എന്നിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമായ വരം ഞാൻ പറയാം. ദേവന്മാരിലുള്ള അസ്ത്രമൊക്കെ ഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉടനെ ഭഗവാൻ ശിവൻ പറഞ്ഞു, തരുന്നതാണ് എൻ്റെ രൗദ്രമായ അസ്ത്രം. ഇതാ നിനക്ക് തരുന്നു. ഇപ്രകാരം ത്രിനേത്രനായ ഭഗവാൻ അർജുനനിൽ പ്രീതനായി പാശുപതാസ്ത്രം അവന് നൽകി. ശാശ്വതമായ ആ അസ്ത്രം നൽകിയതിനു ശേഷം മഹാദേവൻ പറഞ്ഞു, ഹേ അർജുന, ഇത് മനുഷ്യനിൽ നീ ഒരിക്കലും പ്രയോഗിക്കരുത്. അല്പ തേജസ്സിൽ നീ അസ്ത്രം പ്രയോഗിച്ചാൽ 3 ലോകവും ദഹിച്ചു പോകും. അസ്ത്രങ്ങളെ കെടുത്താനായി ഇത് എപ്പോഴും പ്രയോഗിക്കാവുന്നതാണ്. സർവാസ്ത്രഘാതകനാണ് ഈ അസ്ത്രം. ദിവ്യവും തടവറ്റതുമാണ് ഈ അസ്ത്രം. ഇപ്രകാരം രുദ്രൻ പ്രസാദിച്ചു പറഞ്ഞു. ഉടനെ അസ്ത്രം മൂർത്തിമത്തായി അർജുനന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. അതിനുശേഷം സകല ദേവകളും അവിടെ പ്രത്യക്ഷപ്പെടുകയും അവരവരുടെ ദിവ്യായുധങ്ങൾ അർജുനന് വരമായി നൽകുകയും ചെയ്തു. തപസ്സിലൂടെ മാത്രം ലഭിക്കുന്ന ഈ അസ്ത്രം കൊണ്ട് ഏതൊരു ദിവ്യാസ്ത്രത്തെയും ആയുധത്തെയും തടയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും അർജുനന് ഇത് ഉപയോഗിക്കേണ്ടി വന്നില്ല. അനർഹരായ ആളുകളുടെ കൈകളിൽ ദിവ്യായുധങ്ങൾ ലഭിച്ചാൽ അത് ചിലപ്പോൾ ലോകത്തിന് തന്നെ അപകടകരമാണ്. അതിനാൽ തന്നെ അർജുനൻ യോഗ്യനാണോ എന്ന് ശിവൻ പരീക്ഷിക്കുകയും അർജുനൻ അതിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് ശിവനും ദേവകളും അസ്ത്രങ്ങളും ആയുധങ്ങളും നൽകുന്നത്. എന്നാൽ ഇവ ഒന്നും തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ മനുഷ്യർക്ക് നേരെ ഉപയോഗിച്ചില്ല എന്നത് ആ യോദ്ധാവിന്റെ യോഗ്യത എടുത്തു കാണിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.